സോ മരുമക്കൾ എന്ന് പറയണ മക്കൾ. ഓക്കെ, അപ്പം ഇവരെ കുറിച്ച് കുറച്ച് കാര്യം ഞാൻ ഒരു കോമൺ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ആദ്യം ഇവരിൽ പേരാണ് മനസ്സിൽ വരുന്നതെന്ന് അമ്മ പറയണം. അതിന് കാരണവും പറയണം കേട്ടോ. ചോദിക്കട്ടെ, അമ്മ ഷോപ്പിങ്ങിന് പോകുമ്പോ കൂടെ കൂട്ടുന്ന ആരാ? ബെസ്റ്റ് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി കൂടെ ഷോപ്പിങ്ങിന് പാറു വന്ന ശേഷം അല്ല, അനു വന്ന ശേഷം ഇതുവരെ പോയില്ല. അതിനു മുന്നേ വരെ പാറുവാണ്. എന്തുകൊണ്ടാ പറഞ്ഞു കൂടണേ? പാറു ഷോപ്പ് ചെയ്യാനാണെങ്കിലും ക്ഷമയോടുകൂടി വന്ന്. അല്ല, അവക്ക് എന്റെ കൂടി വരാനും എനിക്ക് അവളെ കൂടി പോവാനുമാണ് ഇഷ്ടം. അതെന്താ? അതങ്ങനെയാണ്. ചേട്ടന്മാരൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേനുവേ അവർക്ക് ക്ഷമയില്ലല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും എടുത്തിട്ട് വരണം. അപ്പൊ ഞങ്ങളുടെ പോകുമ്പോഴത്തേനും നോക്കിയെടുത്ത് പതുക്കെ വരും. അനു അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല, ഷോപ്പിങ്ങിന് പോവാൻ വേണ്ടി ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും അടുത്ത തവണ ഷോപ്പിങ്ങിന് പോകുന്നതായിരിക്കും. ഓക്കെ, ഈ കൂട്ടത്തില് രഹസ്യം സൂക്ഷിക്കാനാവാത്ത ആള്, അതായത് ഒരു രഹസ്യം പറഞ്ഞ ആൾക്കാർ സൂക്ഷിക്കാൻ പറ്റില്ല, അയ്യോ ടെൻഷൻ ആ സാധനം വരും, അങ്ങനെ ആരാണ്? അല്ല, രഹസ്യത്തിന്റെ കാര്യമൊന്നും എനിക്ക് അവളെ കുറിച്ച് അറിഞ്ഞു, പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ അല്ലാതെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പിടിക്കുകയാണ്. എന്നോട് പറയും, എനിക്ക് എന്റെ മനസ്സിലൊന്നും ഇരിക്കൂല. അപ്പം എവിടെ എന്ത് പറയണം, ചില സമയങ്ങളിൽ ഞാൻ ആ കാര്യം അങ്ങനെ പറയും. അപ്പം പിന്നെ പാറു എന്നോട് പറയും, അമ്മ അങ്ങ് പറഞ്ഞത് ശരിയല്ല, അമ്മ പറയരുത് അങ്ങനെ. നമ്മളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങണം, അമ്മ പറയാൻ പാടില്ലെന്നോ. ഒരുപാട് കാര്യം എവിടെ നിന്നൊക്കെ ഞാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചൊരു കാര്യം എന്താണ് ഏറ്റവും കൂടുതൽ ഈ ആള് വന്നതിന് ശേഷം, പാറു വന്നതിന് ശേഷം പഠിച്ചൊരു കാര്യം എന്തമ്മ? അവള് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ പെരുമാറാൻ പഠിച്ചു. അവളിലൂടെ ഞാൻ കാര്യങ്ങളെല്ലാം പഠിച്ചു. പിന്നെ ഒരാള് വന്നാലെന്നല്ല, നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി എങ്ങനെ പെരുമാറണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. കാരണം അമ്മയാണെങ്കിൽ അധികം പുറത്തോട്ട് അങ്ങനെ ഇറങ്ങൂലായിരുന്നു. അപ്പൊ ഞാൻ വന്നതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാം. വണ്ടി ഓട്ടിക്കാൻ അറിയാന്നിട്ട് പോലും അമ്മ അങ്ങനെ പുറത്ത് അങ്ങനെ പോകൂല, ഒറ്റയ്ക്ക് പോവാൻ മടിച്ചിട്ട് വീടിനകത്ത് തന്നെ എപ്പോഴും. അപ്പൊ ഞാൻ വന്നതിന് ശേഷം പിന്നെ എല്ലായിടത്തും പോകും. അത് സത്യമാണ്. ഞാൻ പുറത്ത് പോയാൽ എത്ര വിശന്നാലും വൈകുന്നേരം വരെയാണ് നമ്മളൊരു സ്ഥലത്ത് പോയാൽ തിരിച്ച് വരേണ്ടതാണെങ്കിൽ പോലും കടയിൽ കയറി ഒരു വെള്ളം പോലും ഞാൻ കുടിക്കില്ല. പക്ഷെ ഇവള് പോയ ശേഷം ഇപ്പം കഴിക്കാത്തതായിട്ട് ഓക്കെ, പുറത്തോട്ട് പോയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യോ, എന്റെ അമ്മയെ കൊണ്ടുവന്നിട്ട് ഒരു മേക്ക് ഓവർ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലത്ത് പോകണം, ഇന്നത് വാങ്ങിക്കൊടുക്കണം, അങ്ങനെ ഓൾറെഡി അതിന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? അമ്മ മാത്രല്ല, നമ്മള് 3 പേരും കൂടെ. എനിക്ക് മൂക്ക് കുത്തണം. അമ്മയുടെ മൂക്കൊത്തിച്ചത് ആരാ? പാറുവാ. ഇവളുടെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് പറഞ്ഞു ജനുവരി 30-ാം തീയതി ആണെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എനിക്ക് മൂക്ക് കുത്തണം, അത് നേരത്തെ പറഞ്ഞു എന്റെ അടുത്ത്. ചേച്ചി ഞാൻ മൂക്ക് കുത്തിയപ്പോഴത്തേനും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് മൂക്ക് കുത്തണം. അപ്പൊ അച്ഛൻ അത് ഇഷ്ടമില്ല. പിന്നെ ഞാൻ എങ്ങനെ അച്ഛനെയൊക്കെ പറഞ്ഞു ഓക്കെ ആക്കി അമ്മയെ മൂക്ക് കുത്തിപ്പിച്ചു. മൂക്ക് കുത്തിപ്പിച്ചതിന് ശേഷമാണ് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ, അമ്മയെ ഒന്നും പറയരുത്, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്, അത് ഞാൻ സാധിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പിന്നെ ഞാൻ പറഞ്ഞതുണ്ട്, ഞാൻ ഇന്നിപ്പോ ചേട്ടനും കിച്ചും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛൻ ഇല്ലാത്തോണ്ട് ഞാൻ പറയുന്നത്, അച്ഛന് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ അച്ഛൻ ഇപ്പം എന്തെങ്കിലും ഒരു ദേഷ്യത്തോടെ ഇരിക്കുമെങ്കിലും ഞാൻ പറയും, അച്ഛ അതല്ല അച്ഛ, അത് ശരിയായില്ല അച്ഛ, അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛ അത് കേൾക്കും. ശരി മക്കളെ. പിന്നെ അവിടെ ഒന്നുമില്ല, അച്ഛൻ നേരെ പോയി അങ്ങ് ഉറങ്ങും, പോയി കിടന്നോളും. അപ്പം ചേച്ചിയോട് പറഞ്ഞാൽ മതി മൂക്കൂത്തും, അത് ഓൾറെഡി പ്ലാൻ. അല്ല, അവന് ഇഷ്ടമല്ല, അല്ല, അവൻ പറഞ്ഞു എനിക്ക് മൂക്ക് കുത്തണൊന്നും ഇഷ്ടമല്ല, ഈ പിന്നെ അവര് മൂക്ക് കുത്തട്ടെ, നീ മൂക്കൊന്നും കുത്തണ്ടാന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു നിന്റെ ആഗ്രഹമില്ല, നമ്മളത് കട്ടൊക്കെ. പക്ഷെ അതൊരു വലിയ ഭാഗ്യല്ലേ അല്ലേ? ശരിക്കും അങ്ങനെ പല വീട്ടിലും നടക്കാറില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം പറയുന്ന സമയത്ത് ഇപ്പൊ ഹസ്ബൻഡ് ഇഷ്ടമില്ലെങ്കിൽ കൂടെ 2 പേര്, അത് നമ്മൾ ചിന്തിച്ചിട്ട് പൊതുവേ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും പല പെൺകുട്ടികളും. പക്ഷെ ഇവിടെ പറഞ്ഞാൽ അത് നടക്കും, അതാണ് കണ്ണ് വെക്കാതിരിക്കട്ടെ. ഓക്കെ, കിച്ചൺ ക്വീൻ, ഗംഭീരമായിട്ട് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി തരുന്നത് ആരായിരിക്കും? നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ആരാ ഈ കൂട്ടത്തില്? നേരത്തെ ഞാൻ കുക്കിങ്ങിന് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് നീ കുറച്ച് ഏകദേശം പിടിയുണ്ട്. അപ്പൊ സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞാൽ മതി. കുക്ക് ചെയ്യുന്ന ഞാനും ചെയ്യും, അവളും ചെയ്യും. പിന്നെ ഈ ബിരിയാണിയൊക്കെ കിട്ടിയിട്ടില്ല, കൊടുക്കും നമ്മള്, അവസരം കൊടുക്കും. പിന്നെ ബിരിയാണി ഒന്നും വെക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതെല്ലാം എന്റെ പാറുവാണ് വെക്കുന്നത്. അവളെല്ലാം വെച്ച് എല്ലാം തന്നിട്ട് ചോദിക്കും, അമ്മ കൊള്ളാമോ, നല്ലതായിട്ടുണ്ടോ? ഞാൻ പറയുമോ കൊള്ളാം, കൊള്ളൂല്ലെങ്കിലും കൊള്ളാന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുക്ക് ചെയ്ത് കൊടുക്കോ ഒരു ബിരിയാണി കൂടെ?
യൂട്യൂബ് നോക്കി കണ്ട് സെറ്റ് അതാണ് നമ്മള് നാച്ചുറൽ ആയിട്ട് ചെയ്യും, ഇവര് യൂട്യൂബ് നോക്കും. എല്ലാം ഞാനങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് നോക്കി റെസിപ്പീസ്. ആൻഡ് ഓൾറെഡി അമ്മമാരെ ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് ചെയ്യണേ. കഴിഞ്ഞ ക്രിസ്മസ് വീഡിയോ എന്റെ അമ്മയ്ക്ക് യൂട്യൂബ് നോക്കിയിട്ട് കുക്കൊക്കെ ചെയ്യണേ. ഇപ്പൊ അത് പുതിയ ന്യൂ റെസിപ്പീസ് ഒക്കെ കിട്ടി തുടങ്ങിയില്ലേ. ഓക്കെ, ഉറങ്ങിയ ആന കുത്തിയാലും എഴുന്നേക്കാത്ത ആള് ആരായിരിക്കും? വാ. ഇവരില്ലോ ആ ഇവരില്ല ഇപ്പൊ അമ്മ ഇവിടെ പിന്നെ ഉറക്കം ഇല്ല രാത്രിയില്. എന്തുകൊണ്ട് ഇവിടെ പിന്നെ ഉറക്കം ഇല്ല. പിന്നെ രാത്രി ആകുമ്പോഴത്തേന് അവക്ക് ദേഷ്യം വരും. എന്താ പിടിച്ചോ എന്നോട് പറയും, എന്താ അമ്മ പിടിച്ചോ കേട്ടോ, അമ്മ ചോദിച്ചിട്ടല്ലേ ഇത് വാങ്ങിച്ചത്. അമ്മയുടെ പെൺകുച്ച. ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ അപ്പോഴും ഇവിടെ കരച്ചിലായിരിക്കുമ്പോ പിന്നെ ഞാൻ അമ്മരെ കൊണ്ടുപോകും. കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഡയലോഗും കൂടെ വിടും, ചോദിച്ചല്ലേ വാങ്ങിച്ചത്. എൻജോയ്. അപ്പൊ ഉറക്കം കൂടുതൽ ഇവിടെയാണ്. ഇത് പിന്നെ എന്തോ 2 മണിയൊക്കെ ആവുമായിരിക്കും. അല്ല വീട്ടിലും അവൾ ഇങ്ങനെയാണ്, നല്ല ലേറ്റായാണ് ഉറങ്ങണത്. അത് കാരണം പിന്നെ ഇവിടെ ഒന്ന് നേരത്തെ എണീക്കും. അല്ല 10 മണി. കംപ്ലൈന്റ് ബോക്സ് എപ്പോഴും പരാതി പറയുന്ന അല്ലെങ്കിൽ വിഷമം പറയുന്ന ആൾ, പരാതി പറയുന്ന ആൾ. എനിക്കിതിന് പല ചോദ്യങ്ങൾക്കും അമ്മക്ക് പറയണമെന്നുണ്ട് അമ്മ തന്നെയാണെന്ന്. പക്ഷെ ഇവർക്കുള്ള ചോദ്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഈ കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ ചെറിയ കുഞ്ഞി അല്ല, ഇവിടെ അങ്ങനെ ഒരു പരാതിയും പറയില്ല. പരാതി പറയില്ലെന്നല്ല, എന്റെ മോനെ കുറിച്ചായിരിക്കും അവള് എന്തുകൊണ്ട് അമ്മ ഈ ചേട്ടൻ ഇങ്ങനെ ആയിപ്പോയത്, ഇതാണ് അവൾ എന്നോട് ചോദിക്കുന്നത്. അമ്മ ഈ ചേട്ടൻ എന്ത് ഇങ്ങനെ. അപ്പൊ ഞാൻ അവളോട് ചോദിക്കും, എന്തടിയവ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ അവള് അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്നോട് അമ്മ ചോദിക്കുന്നത്. എനിക്കറിയില്ല അതൊക്കെ. പരാതി പറയാത്ത 2 പേരാണ് അധികം. ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് കരയുന്ന ആള്, ഭയങ്കര ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവുന്ന ആരാ? ചിരിക്കുന്നു. അമ്മ തന്നെയാണോ? അമ്മ പെട്ടെന്ന് അയ്യോ. ഞാനൊക്കെ കുറച്ച് സ്ട്രോങ് ആണ്. ഞാൻ ഫസ്റ്റ് ഒക്കെ കരയുമായിരുന്നു. ഇപ്പൊ പിന്നെ ജീവിതമല്ലേ, സാഹചര്യമല്ലേ, പിടിച്ചു നിക്കണ്ടേ. അതെ. എന്നാൽ ഈ കൂട്ടത്തിൽ ആരായിരിക്കും പെട്ടെന്ന് കരയണേ? അമ്മയാണ് ലോല ഈ കൂട്ടത്തിൽ. അല്ല, അത് എനിക്ക് ചില കാര്യങ്ങൾ കാണുമ്പോഴും എനിക്ക് വിഷമം വരും. കാണുമ്പോഴും പിന്നെ വിഷമം വരും, കേൾക്കുമ്പോഴും വിഷമം വരും, പിന്നെ പറയുമ്പോഴും വിഷമം വരും. അങ്ങനെയാണ് ഞാൻ. ഇവളിങ്ങനെ ചില സമയങ്ങളിൽ ഇവള് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ എനിക്ക്, ഇവള് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോഴേ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെയാണ്. അവളിങ്ങനെ തിരിഞ്ഞൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് ഞാൻ അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് ചിന്തിക്കും. അപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. എനിക്ക് അമ്മ സാഡ് ആകുമ്പോൾ നിങ്ങൾ 2 പേരും കൂടി കുറച്ചുകൂടി സ്ട്രോങ് ആവും പറയണേ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ അമ്മ കുറച്ചും കൂടി പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന സമയത്ത് കൂടെ നിർത്തുന്നത് നിങ്ങൾ 2 പേരാണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അല്ല, അവള് കണ്ടു കഴിഞ്ഞാൽ ഓടി എന്റെ മുഖം ഒന്ന് മാറിയ ഓടെ അവള് ചോദിക്കും. ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് വഴക്കായിരിക്കും, ആവശ്യമില്ലാതെ എന്തിനാണ് വിഷമിക്കുന്നത്. ശരിയാ. അമ്മ എന്നെ കണ്ടുപിടിക്കേ. നമ്മള് എത്ര വിഷമം ഉണ്ടെങ്കിലും എനിക്കത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. മനസ്സിലിങ്ങനെ വെച്ചിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്ത് അതങ്ങ് മാറ്റും. നിങ്ങൾ ആദ്യം വരുന്ന സമയത്ത് അമ്മയുടെ ഇന്ന് കുറച്ച് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഒരു വീട്ടിലേക്ക് വന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോഴേക്കും എനിക്ക് ഒരു 20 വയസ്സൊക്കെ ആയപ്പോഴത്തേനുമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴത്തേനും പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചു നടന്ന് കളിച്ചു നടന്ന ഒരു പ്രായത്തിൽ ഇങ്ങ് വന്നപ്പോഴത്തേനും ആദ്യം എനിക്ക് പിന്നെ എന്താ പറയാ, എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇടപെട്ടത്. അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ പാടൊന്നും ഇല്ലായിരുന്നു എന്നെ അങ്ങനെ ഇന്നതിലോട്ട് വെച്ചാൽ. ഞാൻ വേറൊരു കൾച്ചറിലാണ് വളർന്നതെങ്കിലും അമ്മയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കൂട്ടായിരുന്നു ആദ്യം മുതൽ. അവള് രാവിലെ എണീക്കുമ്പോഴത്തേനെ ഓടി വന്ന് എൻ്റെ അടുത്ത് കിടക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. അങ്ങനെയൊക്കെ ആ ഒരു രീതിയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച എനിക്കൊരു മകളുണ്ടായാൽ ഞാൻ എങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ്. മകളാണെങ്കിലും അങ്ങനെയൊന്നും ഇതുപോലെയൊന്നും ആവൂല ഒരിക്കലും. അനു വരുമ്പോഴും അനുവിനോട് എന്തെങ്കിലും? അല്ല, അനു വന്നപ്പോഴും വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ സങ്കല്പങ്ങളൊന്നും വെച്ചില്ല. സത്യം, ഞാൻ സങ്കല്പമല്ല ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് ഇവിടെ സങ്കല്പങ്ങൾ ഒന്നും വെച്ചിട്ടില്ല. ഉപദേശം അമ്മ പറഞ്ഞ് മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് അങ്ങനെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറയണം, മനസ്സിൽ കൊണ്ട് നടക്കല്ലേ. അങ്ങനെ പറയാൻ. അല്ല, വഴക്കായിട്ട്
ഒന്നും പറയില്ല. അത് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇപ്പം ഒരു വീട്ടിൽ വളരുന്ന രീതി ആയിരിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ അത് ഞാൻ ഇവർ രണ്ടുപേരോടും പറയും. അപ്പോൾ ഇവളോട് പറഞ്ഞു നിങ്ങളെ വീട്ടിലെ രീതി ആയിരിക്കൂല ഇവിടെ. നമുക്ക് ഇപ്പം 4 പേരുണ്ടെങ്കിൽ 4 പേര് 4 സ്വഭാവക്കാരില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ അവളോട് പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവോ എന്തെങ്കിലും വയ്യാഴികയോ എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ എന്തുണ്ടെങ്കിലും പറയണം. എൻ്റെ കൂടി പറയാൻ പറ്റില്ലെങ്കിൽ നീ ചേച്ചിയിലൂടെ പറയണമെന്ന് പറയും. അപ്പം ഇവളെ വിഷമങ്ങൾ ആദ്യമൊക്കെ വന്ന സമയത്ത് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നതല്ലല്ലോ. അപ്പം അവളെ വീട്ടുകാരും ഇല്ല. അപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ വീട്ടുകാരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു രീതി എനിക്ക് കണ്ടതുകൊണ്ട് അപ്പം അവളെ വിഷമം ആദ്യം നമ്മളൊന്നും പറയില്ലായിരുന്നു. എങ്ങനെ അമ്മയോട് പറയും, അമ്മ എങ്ങനെ അത് റിയാക്ട് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു രീതിയായിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിലാണെങ്കിൽ അയ്യോ അവൾ എൻ്റെ രീതി അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഒരു ഇതായിരുന്നു. അത് കാരണം ഞാൻ കൂടുതലായിട്ട് അവളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതങ്ങ് പിന്നെ മാറി. പിന്നെ അവൾ ആ ഒരു ചിന്തയൊക്കെ അങ്ങ് വിട്ട് ആ ഒരു എന്നിലോട്ടായി കൂടുതലും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ വീട്ടിലൊരാളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവള് വന്നത് കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ആ ആഗ്രഹം മുഴുവൻ ഇപ്പൊ ആൺകുട്ടികളാകുമ്പോൾ ഇപ്പം പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നുന്നു 2 ആൺകുട്ടികളായി ജനിച്ചതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം നമുക്ക് പെൺകുട്ടിയോട് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരു മകളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊരു മകനോട് പറയാൻ പറ്റില്ല. ശരിയാ. പിന്നെ എൻ്റെ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ 3/4 ഭാഗം കാര്യങ്ങൾ ഞാൻ അവൻ്റെ കൂടി തുറന്ന് പറയും. അവൻ അത് കേൾക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ഇങ്ങനെ കേട്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ പറയാം സാരമില്ല അമ്മ, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ്. പിന്നെ ഉപദേശം തരേണ്ടടുത്ത് ഉപദേശം തരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയാണ്. പിന്നെ ഇവരെ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ ഒന്നും ഞാൻ അവൻ്റെ കൂടി പറയില്ല. എല്ലാം ഇവളോട് തന്നെ പറയും. സീരിയസ് ആണെങ്കിൽ അത് പിന്നെ എല്ലാം കളിയായിട്ട് അങ്ങ് പറയും.